നമസ്കാരം, ഞാൻ കോട്ടയം നസീർ. ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ വീട്ടിലാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം ഇതാണ്. കറുകച്ചാൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ പലർക്കും സംശയമുണ്ട് എങ്ങനെയാണ് കോട്ടയം നസീർ എന്ന് പേര് വന്നത്. കാര്യം ഇവിടുന്ന് ഒരു 21 കിലോമീറ്റർ ദൂരമുണ്ട് കോട്ടയത്തിന്. പലരോട് ചോദിക്കാറുണ്ട് എന്താണ് അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്, കറുകച്ചാലിൽ നിന്ന് ഇത്രയും ദൂരം ഉണ്ടല്ലോ എന്നൊക്കെ. അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഈ മിമിക്രിയിലൊക്കെ വന്ന് ശ്രദ്ധേയമാകുന്ന സമയത്ത്, സിനിമയിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് വെറും നസീർ ആവണ്ട, അതിൻ്റെ കൂടെ കോട്ടയം ജില്ലയും കൂടെ ചേർക്കാമെന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഈസ്റ്റ് കോസ്റ്റ് വിജയനാണ് എനിക്ക് ആദ്യം അങ്ങനെ ഒരു പേരിടുന്നത്, കോട്ടയം നസീർ എന്ന് പറഞ്ഞൊരു പേരിടുന്നത്. അങ്ങനെ ആണ് കോട്ടയം നസീർ എന്ന് പേര് വന്നിരിക്കുന്നത്. ഇതാണ് കറുകച്ചാൽ NSS ബോയ്സ് ഹൈസ്കൂൾ. ഞാൻ 5 തൊട്ട് 10 വരെ പഠിച്ചത് ഈ സ്കൂളിലാണ്. ഈ സ്കൂളിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. NSSൻ്റെ ആദ്യത്തെ സ്കൂളാണിത്. കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഒരു കോട്ട പോലെയുണ്ടല്ലേ, വളരെ മനോഹരമായ സ്കൂളാണ്. ഇവിടൊക്കെ ഞാൻ ഇന്ന് പഠിച്ച സ്ഥലങ്ങളാണ് ഇതെല്ലാം ക്ലാസ് പോയത് 10A 10B കൊണ്ടാണത് ഇവിടെ നിന്ന് പഠിച്ചതാണ്. ഇവിടെയൊക്കെ ഒരു 5 വർഷം എൻ്റെ ഒരു അംഗം വെട്ടായിരുന്നു, ഞങ്ങൾ കുറേ ഫ്രണ്ട്സിൻ്റെ. കാര്യം ഇവിടെ ഇരുന്നാൽ 4 മണിക്ക് ബെല്ലടിച്ചാൽ ഒരു കാല് പുറത്തിങ്ങനെ ഇട്ടിട്ടായിരിക്കുന്നത് ഓടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഉച്ചയ്ക്കത്തെ ബ്രേക്ക് ടൈമിനും കാല് ഇപ്പോൾ എപ്പോഴും നമ്മൾ പുറത്തായിരിക്കും. ഞങ്ങൾ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു ഞാൻ, അതുകൊണ്ട് ഏറ്റവും പുറകിലായി ഓടി എടുത്തുള്ളൂ. ഞങ്ങളൊരു ബാച്ച് ഞങ്ങൾ പുറകിലായിരുന്നു. അത് 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് മുമ്പിലോട്ടൊന്ന് വന്നിരിക്കണമെന്ന്. ഒരു നടപടിയില്ലായിരുന്നു. ഇതാ ഈ കാണുന്ന സ്റ്റേജ് കണ്ടോ, ആ സ്റ്റേജ് അവിടെയാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് ഒരു മിമിക്രി പ്രോഗ്രാമിന് കയറുന്നത്. ഈ സ്കൂളിൻ്റെ തന്നെ ഒരു വാർഷികം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനും എൻ്റെ 1 ടീമും കൂടെ ചേർന്നിട്ട് ആദ്യമായിട്ട് മിമിക്രി പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സ്ഥലമാണത്. അത് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അവിടെ തന്നെ. ഈ ഗ്രൗണ്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ ഈ മിമിക്രിക്കൊക്കെ വരുന്നതിന് മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹാൻഡ്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പോൾ കുറേ വർഷം കളിച്ചിട്ടുണ്ട്. ഇവിടെയായിരുന്നു ഞങ്ങളുടെ പ്രാക്ടീസ് എല്ലാം. പിന്നെ എന്താ ഈ ഭാഗം, ഗ്രൗണ്ടിൻ്റെ ഈ ഭാഗം, ഇതിനുമുണ്ട് ഞാനുമായിട്ടൊരു പ്രത്യേകത. NCCയിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം NCC കഴിഞ്ഞാൽ അന്ന് നമുക്ക് NCCയിൽ പങ്കെടുക്കുന്നതിനേക്കാളുപരി അന്ന് വൈകുന്നേരം ഒരു 4 ദോശയും കുറച്ച് സാമ്പാറും തരും. അപ്പോൾ അതിന് പ്ലേറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വട്ടയില പറിച്ചെടുത്തിട്ട് അത് കൊണ്ടുവന്നിട്ട് ഇരുന്നിട്ട് വേണം തരാൻ. ഇവിടെ നിന്ന് ഞങ്ങൾ ഒറ്റ വട്ട പോലും ഇലയുള്ള ദിവസം ഞങ്ങൾ പഠിച്ച സമയത്ത് ഉണ്ടാവില്ല. കാരണം അതൊരു മെതിക്കലാണ്. താഴെ നിന്ന് ദോശ എടുത്തുകൊണ്ട് വരിക, എന്നിട്ട് ഇവിടെ ഇരിക്കുക. ഇനി അത് പറയാനൊരു ചമ്മലുണ്ട്, എന്നാലും നമ്മൾ ഈ കഥകൾ പറയുമ്പോൾ നമ്മളെല്ലാം കാര്യങ്ങളും പറയണമല്ലോ. ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. ഒരു 3 ദിവസം ഞാൻ അവിടെ നിന്നതാണ്. ഞാൻ ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു ക്ലാസ് ഉണ്ട്, അവിടെയാണ് ഞങ്ങൾ 7ാം ക്ലാസ്സിനൊക്കെ പഠിക്കുന്നത്, അവിടെ ഇരുന്ന്. അപ്പോൾ അന്ന് ഈ അപ്പുറത്ത് പെൺകുട്ടികളുടെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ മതിലിന് ഈ കട്ട വെച്ച് കെട്ടിയ മതിൽ ഇത്രയും പൊക്കേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരോ എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്, ആരും എടുത്തും കിഴുത്ത് കേട്ടിട്ട് അതിലൂടെ നോക്കിയെന്നും പറഞ്ഞിട്ട് പിടിച്ച് തന്നെയാണ്. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. മറ്റുള്ളവർ എന്ത് ചെയ്താലും മിക്കപ്പോഴും എൻ്റെ തല തന്നെ അത് വരും. അങ്ങനെ ഹെഡ് മാസ്റ്റർ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഇവിടെ ഒരു 3 ദിവസം. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ നോക്കും, എന്താ ഇവിടെ നിർത്തിയിരിക്കുക സാർ? ഒന്നുമില്ല, ഞങ്ങളുടെ സാറിനെ കാണാൻ വേണ്ടി ഇരിക്കാന്ന് പറയും. അപ്പോൾ തന്നെ പറയും, ഇല്ല അത് അങ്ങനെ ആരോട് അവർ പെണ്ണുങ്ങളെ ശല്യപ്പെടുത്തി പിടിച്ച് നിർത്തിയിരിക്കുക ഇവിടെ. ഇത് ഞങ്ങളുടെ NCCയുടെ ഓഫീസാണ്. ഇത് ഇവിടെയാണ് ആ സ്ഥലം. മഹത്തായ 3 ദിവസം കുറ്റിയടിച്ച് നിന്ന സ്ഥലമാണിത്. ഇത് ഉണ്ണികൃഷ്ണൻ, ഞാൻ ഉണ്ണിച്ചേട്ടൻ എന്ന് വിളിക്കും. ഉണ്ണിച്ചേട്ടൻ നമ്മുടെ സ്കൂളിലെ ക്ലർക്കാണ്. ശരിക്കും ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമെന്ന് പറഞ്ഞാൽ എൻ്റെ മിമിക്രിയുടെ തുടക്കം തൊട്ടുള്ള ഒരു വലിയ ഉപദേശകനാണ് ഉണ്ണിച്ചേട്ടൻ. അന്ന് എൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ട്. ഞാൻ ഏത് പ്രോഗ്രാമിന് പോയാലും ഈ മിമിക്രിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉപദേശങ്ങളും ഉണ്ണിച്ചേട്ടനാണ് അല്ലേ. ഇത് ഇങ്ങനെ കാണുന്നില്ലേ, ഇത് തന്നെയായിരുന്നു ഞാനൊരു 15 വർഷം മുമ്പ് കാണുമ്പോഴും ഇതേപോലെ തന്നെ, വലിയ മാറ്റമില്ല. നമ്മളിങ്ങനെ തടിച്ച് പോകാമെന്നല്ലാതെ. അതെ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത് ഓർമ്മയില്ലേ? അതന്നെ, ആദ്യമായിട്ട് നെത്തല്ലൂർ അമ്പലത്തിൽ വെച്ചാണ് ആദ്യമായിട്ടൊരു പ്രോഗ്രാം. അത് ഒരു ക്യാമറ അഭിമുഖീകരിച്ചുകൊണ്ടൊരു പ്രോഗ്രാം നടത്തുന്നത് ആദ്യമാണ്. പക്ഷേ ആ പ്രോഗ്രാം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. വലിയ മഹാന്മാരുടെയൊക്കെ അങ്ങനെയാണല്ലോ. അതെ, വലിയ മഹാന്മാരുടെ ആദ്യത്തെ പ്രോഗ്രാം ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിട്ടില്ല. അതന്നെ, എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ. പക്ഷേ എന്തായാലും അതൊരു ഐശ്വര്യമായിരുന്നു. കാരണം ദേവിയുടെ ക്ഷേത്രനാടകം തുടങ്ങി, അതിനുശേഷം ഇന്നിപ്പോൾ എന്തോരം വീഡിയോ കാസറ്റുകൾ അല്ലെങ്കിൽ ചാനലിലായിട്ടും പ്രോഗ്രാം ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി. ശരിക്കും ഞങ്ങളന്ന് പ്രോഗ്രാമിന് പോകുമ്പോൾ 500 രൂപയൊക്കെയാണ് കിട്ടുന്നത്. പ്രോഗ്രാമിന് പോകുമ്പോൾ അങ്ങോട്ട് സ്റ്റേജ് ഇറന്ന് മേടിക്കുകയാണ് അന്നത്തെ പതിവ്.
500 രൂപ ഊണും. അതെ, അതാണ് മെയിൻ പരിപാടി. 500 രൂപ ഊണുമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ സൗണ്ടുകാരനൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് പുള്ളിക്കൊക്കെ ഒരു തുക കൊടുക്കത്തേ ഉള്ളൂ, 10, 100, 150 കൊടുക്കത്തേ ഉള്ളൂ. പിന്നെ ഒരു കാറുകാരനുണ്ട്, സാംസ് ഒച്ചയെന്ന് ഞങ്ങൾ വിളിക്കുന്നത്, സൗണ്ടിന് സൗണ്ട് അത്രയേ ഉള്ളൂ പറയുന്നത്. പിന്നെ ഒരു കാറുകാരനുണ്ട്, പുള്ളി വേറെ ആരുടെ കാറാണ് ഓടിക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ പാവം ഞങ്ങളോട് വരും, പുള്ളിക്ക് ഞങ്ങളോട് രാത്രി പാട്ടൊക്കെ പാടി, ഒരു ദിവസം രാത്രിയുടെ എൻജോയ്മെന്റ് അത് മാത്രം. പാട്ടൊക്കെ പാടും. മിക്കപ്പോഴും പുള്ളി തന്നെ പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടൊക്കെയാണ് മുതലാളിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവസാനം ഞങ്ങൾ വന്നിട്ട് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ 100 രൂപ വല്ല മിച്ചം ഉണ്ടാവും. അതിന് ദോശയില്ല, അതാണ് കണ്ടീഷൻ. ആവശ്യമുള്ള ദോശയോ ഓംപ്ലേറ്റും കഴിച്ചണം ആ പൈസക്കുള്ള. എന്നിട്ട് അവസാനം അതിൻ്റെ അകത്തുനിന്ന് ബാക്കി മിച്ചം എന്തെങ്കിലും ഉണ്ടാവും, വണ്ടിക്കൂലി പോവാം. അതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ത്രില്ലായിട്ടായിരുന്നു. ഇന്നൊക്കെ പിന്നെ ഇപ്പോൾ പ്രൊഫഷനായിപ്പോയി, എങ്ങനെ പ്രൊഫഷണലായിപ്പോയി, റേറ്റ് പറയുക, പ്രോഗ്രാമിന് പോവുക, അങ്ങനെയൊക്കെ ആയി. പക്ഷെ അന്ന് അതൊരു എന്നാ ഈ സ്റ്റേജ് തപ്പിപ്പിടിച്ച് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കെട്ടി പ്രോഗ്രാം ചെയ്ത് പല സ്ഥലങ്ങളിൽ നിന്നും അവർ പറഞ്ഞിട്ടുണ്ട് പ്രോഗ്രാം മോശമാണെങ്കിൽ നഷ്ടപരിഹാരം തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. പ്രോഗ്രാം മോശമാണെന്നുണ്ടെങ്കിൽ സഹിക്കണമെന്ന് പറഞ്ഞു അപേക്ഷ അങ്ങോട്ട് കൊടുത്തിട്ടാണല്ലോ സ്റ്റേജ് വാങ്ങിക്കുക. അപ്പോൾ പിന്നെ അവരൊക്കെ തന്നെ വരാൻ തുടങ്ങി അല്ലേ, വരാൻ തുടങ്ങിയല്ല അല്ല. ഇന്നിപ്പോൾ പലയിടത്തും പ്രോഗ്രാം എന്താ പറയുക ചെയ്യാൻ പറ്റുന്നില്ല, പലയിടത്തും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഹാൻഡ്ബോളിൻ്റെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ ഇവിടെ ഹാൻഡ്ബോൾ കളിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ചെറിയ ഹാൻഡ്ബോളിൽ നിന്ന് ഗോളിയല്ലായിരുന്നു, ഗോളിയാണ് അന്നത്തെ നിക്കടിയിലാണ് ഇപ്പോഴും ആ പാൻഡൽ പിടിച്ചിട്ടുള്ളത് വലിച്ചു കയറുന്നത്. അത് നിന്നിട്ടല്ലേ ഇപ്പോഴും അല്ലേ, ഗോളിയായിരുന്നു. നമ്മളെവിടേക്കാണ് കളിക്കാൻ വരുന്നത്? കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി ഞങ്ങൾ കളിച്ചു. കോട്ടയം ജില്ലയുടെ പിന്നെ കൊല്ലം, എറണാകുളത്ത് പോയി കളിച്ചു, തിരുവനന്തപുരത്ത് ഗോവനയൊക്കെ അങ്ങനെ പരിചയപ്പെട്ടു. അതെ, അങ്ങനെയൊക്കെ പോയി ഒരുപാട് സ്ഥലത്തൊക്കെ പോയി ചെയ്തിട്ടുണ്ട്.